സന്നിധി തന്നിൽ നായക എന്നും. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രതിദിന പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്നതായ വിഷയം വലിയ വായി. സത്യവേദ പുസ്തകം വെളിപ്പാട് പുസ്തകത്തിലൂടെ 13-ാം അധ്യായം 6-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അത് ദൈവത്തിൻ്റെ നാമത്തെയും അവൻ്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായി തുറന്നു. പ്രിയരെ, ഇവിടെ മൃഗത്തിൻ്റെ ഒരു വലിയ വായുടെ പങ്കിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചെറിയ കൊമ്പിൽ നിന്ന് ഉയർന്നു വരുന്നതായ വലിയ വായുടെ ശബ്ദം. ദാനിയേൽ പ്രവചന പുസ്തകം 7-ാം അധ്യായം 25-ലും അത് വ്യക്തമായിട്ട് തന്നെ അത് പറയുകയാണ്. അവൻ അത്യുന്നതന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. സത്യവേദ പുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ ദൈവദൂഷണത്തെ തിരുവെഴുത്തുകളിൽ 2 വിധങ്ങളായിട്ടാണ് മനസ്സിലാക്കി തരുന്നത്. ഒന്ന്, ദൈവമാണെന്ന് അവകാശപ്പെടുന്നതാണ് ദൈവദൂഷണം എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 10-ാം അധ്യായം അത് 33-ൽ അത് നമ്മെ ധരിപ്പിക്കുന്നുണ്ട്. മനുഷ്യനായിരിക്കെ ദൈവം എന്ന് അവകാശപ്പെടുന്നതായ സമയം യഹൂദർ ക്രിസ്തുവിനെ കുറ്റപ്പെടുന്നതായ ഒരു ഭാഗം. മറ്റൊന്ന്, ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൽ 21-ാമത് വാക്യത്തിൽ പറയുന്നു: ക്രിസ്തു പാപം മോചിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ അതിനെ എതിർക്കുന്നതായ ഒരു ഭാഗം. എന്നാൽ കർത്താവിൽ പ്രിയരെ, ഇത് രണ്ടും ഇന്ന് മനുഷ്യരായ പുരോഹിതന്മാർ മറ്റുള്ളവരുടെ പാപങ്ങളെ ക്ഷമിക്കുന്നതായ ശുശ്രൂഷാ രീതികൾ. ഞങ്ങൾ മാർപ്പാപ്പമാർ ഈ ഭൂമിയിൽ സർവശക്തനായ ദൈവത്തിന്റെ സ്ഥാനം വഹിക്കുന്നു എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് ലിയോ 13-ാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചതായ സംഭവം ഏവർക്കും അറിയാവുന്നതാണ്. മാത്രവുമല്ല, ദൈവത്തിൻ്റെ സമാഗമന കൂടാരത്തെ അല്ലെങ്കിൽ അവൻ്റെ ആലയത്തെ സംബന്ധിച്ചിടത്തോളം ഈ പദപ്രയോഗത്തിന് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. സ്വർഗത്തിലുള്ളതായ അക്ഷരാർത്ഥത്തിലുള്ള വിശുദ്ധ മന്ദിരം, ഭൂമിയിലെ അതിൻ്റെ പകർപ്പായ യഹൂദ ആലയവും എബ്രായർക്ക് ലേഖനം അതിൻ്റെ 9:27 അത് വിശദീകരിച്ച് പറയുമ്പോഴും ക്രിസ്തുവിൻ്റെ ഭൗമികമായ മനുഷ്യ ശരീരം, ക്രിസ്തീയ സഭ വിശ്വാസികളായ ക്രിസ്തുവിൻ്റെ ശരീരത്തെ എപ്രകാരം കാണുന്നു എന്നുള്ളതും ഇതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇന്ന് കത്തോലിക്ക സഭ 3-നെയും അത് നിന്ദിച്ചിരിക്കുന്നതായ ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. വാസ്തവത്തിൽ വിശുദ്ധ മന്ദിര ശുശ്രൂഷകൾ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടേതായ രൂപരേഖകളായിരുന്നു എന്നുള്ളതാണ് സത്യം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതായ വാക്യത്തെ പോലും അവർ മറുതലിച്ചുകൊണ്ട് ബൈബിൾ ഉപദേശത്തെ കത്തോലിക്ക സഭ പ്രവൃത്തിയുടെ ഒരു വ്യവസ്ഥയാക്കി മാറ്റി മനുഷ്യർ ദൈവരാജ്യത്തിലേക്കുള്ള ടിക്കറ്റ് നേടാനാകുന്ന വിധം അതിൻ്റെ പ്രായശ്ചിത്തങ്ങളും പാപമോചന ചീട്ടുകളുമായി എടുക്കുക എന്നുള്ളൊരു തലത്തിലേക്കാണ് അവർ അത് കൊണ്ട് എത്തിച്ചത്. എന്നാൽ തിരുവചനം പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥവൻ ഒരുവൻ എന്ന് മാത്രം 1 തിമോഥെയോസ് ലേഖനത്തിൽ 2:5 അത് വ്യക്തമാക്കി തരികയാണ് ചെയ്യുന്നത്. വീണ്ടും നാം തിരുവചനം ശ്രദ്ധ വെച്ച് പഠിക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 34-ാമത് വാക്യത്തിൽ പറയുന്നു: സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ, അതിൽ നിന്നല്ലോ വായി സംസാരിക്കുന്നത് എന്നവിടെ പറയുന്നുണ്ട്. എന്നാലോ ഇന്ന് നാം ഈ ഒരു വ്യവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി കളഞ്ഞു, സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു എന്നുള്ളതും നാം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുന്നതായ അവസ്ഥ, സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുന്നതായ ഈ അവസ്ഥയൊക്കെ തന്നെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് വെളിപ്പാട്, ദാനിയേൽ പുസ്തകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും അറിഞ്ഞും ചെയ്തുകൊണ്ട് നാം വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കേണ്ടത് ആവശ്യമാകുന്നു.
വിശുദ്ധ ശബദിനെ അത് അങ്ങനെ തന്നെ ആചരിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ കൃതജ്ഞയോടെ നിൽക്കുവാനുള്ളതായ കൃപാവരം നമുക്ക് ഏവർക്കും സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തിരുവേന ഭാഗത്തിൽ ഇരുന്നുള്ള ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമറത്തനും നല്ലവനുമായ ദൈവമേ, അനുഗ്രഹമേറിയതായ നല്ലൊരു പ്രഭാതം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഈ കേട്ടതായ തിരുവെഴുത്തുകളിൽ നിന്നും ഇതിലെ സത്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ വിശ്വസ്തയോടെ നിലനിൽക്കുവാനുള്ള കൃപാവരം അടികൾക്ക് ഏവർക്കും തരുന്നതിനായി സ്തോത്രം. ഇത് കണ്ടുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായ ഓരോ വ്യക്തി ജീവിതങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. അനുഗ്രഹിക്കണം, പരിപാലിക്കണം, വഴി നടത്തണം. സകലതും കർത്താവെ ഞങ്ങളുടെ സന്നിധിയിൽ താഴ്ത്തി പരമേൽപ്പിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ.